ശബ്ദമുയർത്തി ഓതേണ്ട നിസ്കാരം, ഉയർത്താതെ ഓതേണ്ട നിസ്കാരം, ഇതിലെ യുക്തി എന്താണ് ഉസ്താദേ? ഒരുപാട് ആളുകളുടെ സംശയമാണ്, എന്തുകൊണ്ടാണ് സുബഹിക്ക് ശബ്ദമുയർത്തി ഓതുന്നത്, എന്തുകൊണ്ടാണ് മഗ്രിബിനും ഇഷായിനും ശബ്ദമുയർത്തി ഓതുന്നത്, എന്തുകൊണ്ട് ളുഹറിനും അസറിനും ശബ്ദമുയർത്തുന്നില്ല? യഥാർത്ഥത്തിൽ ഒരു ഗുണവുമില്ലാത്തൊരു സംശയമാണ്, ഒരു ഉപയോഗവുമില്ലാത്തൊരു സംശയമാണ്. എന്തുകൊണ്ട് ളുഹർ 4 റക്അത്താക്കി സുബഹി 2 റക്അത്താക്കി എന്നൊക്കെ ചോദിക്കുന്നത് പോലെ, എന്തുകൊണ്ട് ഹജ്ജ് മക്കത്താക്കി എന്ന് ചോദിക്കുന്നത് പോലെ, എന്തുകൊണ്ട് ഖുർആൻ അറബിയിലായി എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഒരു ന്യായമില്ലാത്ത ചോദ്യമാണ്. പക്ഷേ ആലോചിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് പകലിൽ നമുക്ക് ഉറക്കം ഒതുക്കൂടാ എന്നതാണ്. ഇവിടെ ഒരു വിശ്വാസിയുടെ, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ അനുസരണയെ, ഇത്തിബായിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തു പറഞ്ഞോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നു എന്ന് നിങ്ങൾ കണ്ടു, അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. അപ്പോൾ ഞാൻ നിസ്കരിച്ചത് എങ്ങനെയാണ്? സുബഹി, മഗ്രിബ്, ഇഷ ശബ്ദമുയർത്തി ഓതിയിട്ടാണ് നിസ്കരിച്ചത്. ളുഹർ, അസർ ശബ്ദം താഴ്ത്തിയാണ് നിസ്കരിച്ചത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് നിസ്കരിച്ചത് നിങ്ങൾ കണ്ടത്, അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുക. ആ ഒരു വാക്കിനെ അക്ഷരം പ്രതി അനുസരിക്കുക എന്ന ഇത്തിബാഅ്, അക്ഷരം പ്രതി അംഗീകരിക്കുക എന്നുള്ള ഒരു കബൂല്, അതാണ് ഒരു വിശ്വാസി ഇവിടെ ചെയ്യുന്നത്. മറിച്ച് അതുപോലെ തന്നെ രണ്ടാമത്തെ മറ്റൊന്ന്, പകൽ സമയത്തുള്ള നിസ്കാരങ്ങൾ പതുക്കെയും രാത്രിയുള്ള നിസ്കാരങ്ങൾ പലതും ഉറക്കയും ഓതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാര്യകാരണങ്ങളല്ല അവിടെ പ്രധാനമാവുന്നത്. ചിലപ്പോൾ ഒരു കാര്യം ഉണ്ടാവില്ല, പക്ഷേ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾ അതിനെ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമുണ്ട് ഇല്ല എന്നതിനപ്പുറം അതൊരു വലിയ സുന്നത്തായി, അത് മുത്ത് റസൂൽ നിർദ്ദേശിച്ച നിർദ്ദേശമായി കണ്ടുകൊണ്ട് നമുക്കത് ചെയ്യാം. അത് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റേതായ ഗുണം അൽഹംദുലില്ലാഹ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ അമലിൽ, നമ്മുടെ ഇബാദത്തിൽ ഉണ്ടാവുമെന്നതിൽ ഒരു തർക്കവും ഒരു സംശയവും വേണ്ട.